അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ്ഹിൽ നിന്നുള്ള ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ ഫുറൂഉൽ ഫിഖ്ഹിൽ നമസ്കാരത്തിൻ്റെ മുസ്തഹബ്ബുകളാണ് മനസ്സിലാക്കിയത്. അതാണ് നാലാമത്തെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമായി ഗ്രന്ഥകാരൻ ഇവിടെ അറാബിഉ അൽ മുസ്തഹബ്ബു മിൻഹു ഖൗലുൻ എന്ന് തുടങ്ങി പറഞ്ഞത് നമ്മൾ പഠിച്ചത്. ഇനി നമസ്കാരവുമായി ബന്ധപ്പെട്ട് അഞ്ചാമത്തെ വിഷയം ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത് അൽ ഖാമിസു അൽ മുബാഹു, നമസ്കാരത്തിൽ മുബാഹായ കാര്യങ്ങൾ. അൽ ഖാമിസു അൽ മുബാഹു കുല്ലു ഫിഅലിൻ സൂമിഹ ഫീഹ മിസ്ലു അദ്ദിൽ ആയി വത്തസ്ബീഹി വഖത്ലിൽ ഹയ്യതി വൽ അഖറബി വൽ ഖംലതി വനഹ്വി ദാലിക്. അഞ്ചാമത്തേത് അൽ മുബാഹ്. അത് കുല്ലു ഫിഅലിൻ സൂമിഹ ഫീഹി, എല്ലാ പ്രവൃത്തികളുമാകുന്നു. കുല്ലു ഫിഅലിൻ സൂമിഹ ഫീഹി, ആ പ്രവൃത്തിയിൽ ഇളവ് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, വിട്ടുവീഴ്ച നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിട്ടുവീഴ്ച നൽകപ്പെട്ട എല്ലാ പ്രവൃത്തികളും ഫിഹ അനി ഫിസ്സലാ, നമസ്കാരത്തിൽ. അപ്പോൾ നമസ്കാരത്തിൽ വിട്ടുവീഴ്ച നൽകപ്പെട്ട, ഇളവ് അനുവദിക്കപ്പെട്ട എല്ലാ ഫിഅൽ പ്രവൃത്തികളുമാകുന്നു ഇവിടെ മുബാഹിൽ ഉദ്ദേശം. ഏതുപോലെ ഗ്രന്ഥകാരൻ പറയുന്നു മിസ്ലു അദ്ദിൽ ആയി, ആയത്തുകൾ എണ്ണുന്നത് പോലെ. ഇപ്പോൾ ഇത്ര ആയത്ത് എന്നുള്ളത് നമസ്കാരത്തിൽ എണ്ണേണ്ടി വന്നു, അപ്പോൾ അത് എണ്ണുക. തസ്ബീഹ്, അതുപോലെ തസ്ബീഹുകൾ എണ്ണുക. റുക്കൂഇൽ ഒരാൾ 3 തസ്ബീഹ് നിർവഹിക്കാൻ സുബ്ഹാന റബ്ബിയൽ അദീം അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി ഇത് 3 എണ്ണം നിർവഹിക്കാൻ ഉദ്ദേശിച്ചു. അത് അദ്ദേഹം എണ്ണിയാൽ, നിസ്കാരത്തിൽ 3 എന്നുള്ളത് കണക്കാക്കിയാൽ അത് ഇളവ് അനുവദിക്കപ്പെട്ട വിഷയമാണ്, മുബാഹാണ്. വഖത്ലിൽ ഹയ്യതി വൽ അഖറബി വൽ ഖംലതി വനഹ്വി ദാലിക്. വഖത്ലിൽ ഹയ്യ, പാമ്പിനെ കൊല്ലുക. വൽ അഖറബ്, തേളിനെ കൊല്ലുക. വൽ ഖംലതി, ഖംലത്ത് എന്ന് പറഞ്ഞാൽ മൂട്ട, ഉറുമ്പ് പോലുള്ള ക്ഷുദ്രജീവികൾ, അതിനെ കൊല്ലുക. വനഹ്വി ദാലിക്, അതുപോലുള്ളത്. ഈ ക്ഷുദ്രജീവികൾ നമസ്കാരത്തിൻ്റെ ഖുശൂഇനെ ഹനിക്കും വിധം മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കും, പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ നമസ്കാരത്തിൻ്റെ അത്യന്താപേക്ഷിത ഭാഗമാണ് ഖുശൂ', ഭക്തി. ആ ഭക്തിയെ ഹനിക്കുന്നതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് നമസ്കാരത്തിൽ ഇളവനുവദിക്കപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഹയ്യത്ത്, അഖ്റബ്, ഖംലത്ത് തുടങ്ങിയ വിഷയങ്ങളെ നമ്മളുടെ ഗ്രന്ഥകാരൻ എണ്ണുകയുണ്ടായത്. നമസ്കാരത്തിൽ മുബാഹായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഗ്രന്ഥകാരൻ വനഹ്വി ദാലിക് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. പാമ്പ്, തേള്, അതേപോലെയുള്ള ക്ഷുദ്രജീവികൾ, ഉപദ്രവകാരികളായ ജീവികൾ, കടന്നൽ പോലുള്ള, അതേപോലെ തന്നെ ഇപ്പോൾ കുമ്മൽ പറഞ്ഞില്ലേ, അതുപോലുള്ള. അതിൻ്റെ തെളിവ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂദാവൂദ് മറ്റും നിവേദനം ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഉഖ്തുലുൽ അസ്വദൈൻ ഫിസ്സലാഹ്, നമസ്കാരത്തിൽ നിങ്ങൾ അസ്വദൈനെ കൊല്ലുക. അൽ അസ്വദൈൻ എന്ന് പറഞ്ഞാൽ അൽ ഹയ്യത്തു വൽ അഖ്റബ്, പാമ്പും തേളുമാണ് ഉദ്ദേശം. പാമ്പിനെ കൊല്ലുക, തേളിനെ കൊല്ലുക നമസ്കാരത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് എന്തുകൊണ്ട്? ക്ഷുദ്രജീവിയാണ്, ഉപദ്രവകാരിയാണ് എന്നതിനാൽ. അപ്പോൾ ആ ഗണത്തിലുള്ളതിനെയും കൊല്ലാം എന്നതാണ് അതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നത്. ഇതേപോലെ നമസ്കാരത്തിൽ ഇളവ് അനുവദിക്കപ്പെട്ട ഒരു വിഷയമാണ് ഒരാൾക്ക് അനിയന്ത്രിതമായി ഉണ്ടാകുന്ന കരച്ചിലുകൾ, ഏങ്ങലുകൾ പോലുള്ളതൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുന്നത് അബ്ദുള്ള ഇബ്നു ഷിഖീർ കണ്ടത് യുസല്ലി വഫി സദ്രിഹി അസീസുൻ ക അസീസിൽ മിർജലി മിനൽ ബുക്കാ എന്നാണ്. കരച്ചിൽ നിമിത്തം ഈ മിർജൽ, ഖിദർ, ചട്ടി, കലം, അതിൽ തിളക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പോലെ നെഞ്ചകത്തുന്ന ഒരു ശബ്ദം കേട്ടു എന്നാണ്. അതേപോലെ ബദർ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ യുസല്ലി വയബിക്കി ഹത്ത അസ്ബഹ്, പുലരുവോളം നമസ്കരിച്ചു നിന്നു കരഞ്ഞുകൊണ്ട് എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഷദ്ദാദ് പറയുകയാണ് സമീഅതു നശീജ ഉമറ വഅന ഫി ആഖിരി സുഫൂഫ് യഖറഉ ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ഉമറിൻ്റെ നശീജ് കേട്ടു എന്നാണ്, ഏങ്ങൽ. അബ്ദുല്ലാഹ് ഇബ്നു ഷദ്ദാദ് അദ്ദേഹം അവസാനത്തെ സഫിലാണ്, സഫുകളുടെ അവസാന ഭാഗത്താണ് നിൽക്കുന്നത്. ഉമർ ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി, എൻ്റെ ദുഃഖവും വ്യസനവും ഞാൻ
അള്ളാഹുവിലേക്ക് ബോധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ ഭാഗം, ആശയമുള്ള ആയത്തിൻ്റെ ഭാഗം ഓതിയിട്ടായിരുന്നു കരഞ്ഞിരുന്നത് എന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമസ്കാരത്തിൽ ഇങ്ങനെ ഏങ്ങുക, കരയുക, വ്യഥ പ്രകടമാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇളവനുവദിക്കപ്പെട്ട വിഷയമാണ്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു വിഷയമാണ് ഈ നമസ്കാരത്തിൽ ആവശ്യമെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ തിരിഞ്ഞു നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആംഗ്യഭാഷ പ്രയോഗിക്കുക എന്നുള്ളത്. ആവശ്യമെങ്കിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇഷ്തക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീനമായി. ഫസല്ലൈന വറഅഹു വഖാഇദ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നമസ്കരിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നു കൊണ്ട്. വ അബൂബക്കർ യുസ്മിഉ അന്നാസ തക്ബീറഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്ന തക്ബീറിനെ ജനങ്ങൾക്ക് അബൂബക്കറായിരുന്നു കേൾപ്പിച്ചിരുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി ഇരുന്നാണ് നിസ്കരിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തക്ബീറിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കേൾപ്പിച്ചു. ഫൽതഫത ഇലൈന ഫറആന ഖിയാമൻ, അങ്ങനെ ഇരുന്ന് റസൂൽ നിസ്കരിക്കുന്നതിനിടയിൽ റസൂൽ ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഞങ്ങൾ നിൽക്കുന്നതായി കണ്ടു. ഫഅശാറ ഇലൈന, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി ഞങ്ങളോട് ഇഷാറത്ത് ചെയ്തു. ഫഖഅദ്ന, ഞങ്ങൾ ഇരുന്നു. ഫസല്ലൈന ബി സ്വലാത്തിഹി ഖുഊദൻ, അങ്ങനെ ഇരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോൾ ആ റസൂലുള്ളാഹിൻ്റെ നമസ്കാരം ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിർവഹിക്കുകയുണ്ടായി എന്നാണ് ഇവിടെ ഈ ഹദീസിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അവശ്യകാര്യം ഉണർത്താൻ അവരിലേക്ക് തിരിഞ്ഞു നോക്കി, പിന്നെ അവരോട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആംഗ്യം കാണിച്ചു. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടി അനിവാര്യമായിട്ടുള്ളതായ തിരിഞ്ഞു നോട്ടവും അതേപോലെ തന്നെ ആംഗ്യം കാണിക്കലുമാണ്. ഇത് ആവാം ആവശ്യമെങ്കിൽ എന്ന് പണ്ഡിതന്മാർ ഉണർത്തി. സഹൽ ഇബ്നു അൽ ഹംദലിയ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സുബഹി നമസ്കരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഷുഅബിലേക്ക് തിരിഞ്ഞു നോക്കിയതാണ്. ഷുഅബ് എന്ന് പറഞ്ഞെങ്കിൽ മലഞ്ചെരുവിലെ പാത, അതിനാണ് പറയാം. അപ്പോൾ പിന്നെ അതെന്തുകൊണ്ട് വക്കാന അർസല ഫാരിസൻ ഇല ഷുഅബി മിനൽ ലൈലി യഹ്റുസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലഞ്ചെരുവിലെ പാതയുടെ ഭാഗത്തേക്ക് ഒരു കുതിരപ്പടിയാളിയെ പാറാവിന് വേണ്ടിയിട്ട് രാത്രി അയച്ചിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സഹാബത്തിൽ നിന്നൊരാളെ പാറാവ് നിൽക്കാൻ വേണ്ടിയിട്ട് മലഞ്ചെരുവിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചപ്പോൾ, സുബഹി നിസ്കരിച്ചപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിയെന്നാണ്. അത് എന്തിന്? ഒരു യുദ്ധ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ആ പാറാവുകാരന് വല്ലതും ഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പാറാവുകാരൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിവരം വരുന്നുണ്ടോ എന്നുള്ളത് പിന്നെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ നോക്കുന്ന മാർഗ്ഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ അനാവശ്യമായിട്ട് യാതൊരു ആവശ്യവുമില്ലാതെ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുക എന്നുള്ളത് അത് ഗൗരവപ്പെട്ട വിഷയമാണ്. അതൊരിക്കലും പാടുള്ളതല്ല. ഇത് രണ്ടും ഞാനിവിടെ ഉദ്ധരിച്ചത് ആവശ്യമെങ്കിൽ നമസ്കാരത്തിൻ്റെ കൂടി മസ്ലഹത്തായിട്ടുള്ള ഭാഗമാണ്. അതായത് ഖുശൂ, ആ ഖുശൂവിനെ ഹനിക്കും മനുഷ്യൻ മനസ്സ് മറ്റൊരിടത്ത് നട്ടാൽ. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി മനസാന്നിധ്യം വീണ്ടെടുത്ത് കൊണ്ടുള്ള നിസ്കാരം, അതാണ് ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. എന്നാൽ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ അത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇൽതിഫാത്തി ഫി സ്വലാഹ്, നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്നതിനെക്കുറിച്ച് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താൻ മിൻ സ്വലാത്തിൽ അബ്ദി, ഒരു ദാസൻ്റെ നമസ്കാരത്തിൽ നിന്ന് ശൈത്താൻ അഹങ്കാരത്തോടു കൂടി തട്ടിയെടുക്കുന്ന വിഹിതമാണ്. അപ്പം ഒരാൾ നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ശൈത്താൻ ഈ നിസ്കരിക്കുന്ന വ്യക്തിയോട് അഹംഭാവത്തിൽ, അഹങ്കാരത്തിൽ അവനിൽ നിന്ന് തട്ടിയെടുക്കുന്ന വിഹിതമാണ് എന്നാണ് പറഞ്ഞത്. അൽ ഹാരിസ് അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വിശാലമായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി, ഇന്നല്ലാഹ അമറ യഹ്യ ഇബ്നു സക്കരിയ ബിഖംസി കലിമാത്തിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ യഹ്യയോട് 5 കാര്യങ്ങൾ കൽപ്പിച്ചു. അതനുസരിച്ച് പ്രവർത്തിക്കാൻ, ഇസ്രായേലിയരോട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യാൻ. അങ്ങനെ അതൊരു വിശാലമായ ഹദീസാണ്. അതിൻ്റെ ഭാഗത്ത് കാണാം, വ ഇന്നല്ലാഹ അമറക്കും ബിസ്സലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചു. ഫഇദാ സല്ലൈതും ഫലാ തൽതഫിതു, നിങ്ങൾ നമസ്കരിച്ചാൽ ഒരിക്കലും നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫിസ്സലാഹ്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ തിരുമുഖത്തെ ദാസൻ്റെ തിരുമുഖവുമായി നേരെയാക്കും. മാലം യൽതഫിത്, അവൻ തിരിഞ്ഞു നോക്കാത്തിടത്തോളം കാലം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാസന് നേരെയായിരിക്കും, ദാസൻ നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കാത്തിടത്തോളം കാലം എന്ന് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി, അല്ലെങ്കിൽ യഹ്യയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായി, ബോധനം നൽകിയതായി പറയുകയുണ്ടായി.
അപ്പോൾ ഒരിക്കലും നമസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഈ തിരിഞ്ഞുനോട്ടം മുഖം കൊണ്ടുള്ള തിരിഞ്ഞുനോട്ടാണ്. മുഖം കൊണ്ടിങ്ങനെ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. എന്നാൽ ശരീരം മുഴുവൻ തിരിയുക എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിൽ തന്നെ ബാത്തലാക്കും. കാരണം എന്താ? നിസ്കാരത്തിൽ ഖിബ്ലയുടെ നേരെ തിരിയുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരീരം മുഴുവൻ തിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരത്തെ ബാത്തലാക്കുന്ന വിഷയമാണ്. അതൊട്ടും പാടില്ലാത്ത വിഷയവുമാണ്. ആവശ്യമില്ലാതെ അനിവാര്യത തേടുന്നു എങ്കിലല്ലാതെ. ഇതേപോലെ ആവശ്യമാണ് എങ്കിൽ നേരിയ രീതിയിൽ നടക്കുക എന്നുള്ളത്. ആവശ്യമാണ് എങ്കിൽ നിസ്കാരത്തിൽ അടക്കവും ഒതുക്കവുമാണ് വേണ്ടത്, നടത്തവും അതേപോലെ അനക്കവും അല്ല. പക്ഷേ ആവശ്യമാണ് എങ്കിൽ ആയിഷ റളിയല്ലാഹു തആല നിന്നുള്ള ഒരു ഹദീസിൽ ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വൽബാബു അലൈഹി മുഗ്ലഖ്, അടച്ചിട്ട വാതിലായിരിക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കും. അപ്പോൾ ആയിഷ പറയുന്നു ഫജിഅ്തു ഫസ്തഫ്തഹ്തു, അങ്ങനെ ഞാൻ വന്ന് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. ഫമശ ഫഫതഹലി, അപ്പോൾ റസൂലുള്ളാഹി നടന്നു വന്നിട്ട് എനിക്ക് ഡോർ തുറന്നു തന്നു. സുമ്മ റജഅ ഇലാ മുസല്ലാഹു, എന്നിട്ട് റസൂലുള്ളാഹി തൻ്റെ മുസല്ലയിലേക്ക് മടങ്ങി. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തത്. അതേപോലെ കുട്ടികളെ ചുമക്കുക, അതേപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമസ്കരിക്കുക എന്നുള്ളത്. അബൂ ഖതാദ അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി വഹുവ ഹാമിലുൻ ഉമാമ ബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ പുത്രി ഉമാമയെ എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമായിരുന്നു. ഫൈദാ സജദ വദഅഹ വൈദാ ഖാമ ഹമലഹ, സുജൂദ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി കുഞ്ഞിനെ നിലത്ത് വെക്കും, എഴുന്നേൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഞ്ഞിനെ ചുമക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ കുട്ടികളെ എടുത്ത് നമസ്കരിക്കാം, നമസ്കാരത്തിൽ അനുവദനീയമാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഷദ്ദാദ് പറയുകയാണ്, ഷദ്ദാദ് എന്ന തൻ്റെ പിതാവിൽ നിന്ന് ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഇഹ്ദാ സലാത്തൈ അൽ അശി അദ്ദുഹർ അവിൽ അസർ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹുർ അല്ലെങ്കിൽ അസർ ഏതോ ഒരു നമസ്കാരത്തിൽ വന്നു. എങ്ങനെ? ഓ ഹാമിലുൻ ഹസൻ ഹുസൈനൻ, ഹസൻ എന്ന കുട്ടി അല്ലെങ്കിൽ ഹുസൈൻ എന്നവരെ എടുത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. ഫതഖദ്ദമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ മുന്നോട്ട് വന്നു. ഫവദഅഹു ഇൻദ ഖദമിഹിൽ യുംന, കുഞ്ഞിനെ റസൂലുള്ളാഹി തൻ്റെ വലത് കാലിൻ്റെ പാദത്തിൻ്റെ അടുത്ത് വെച്ചു. സുമ്മ കബ്ബറ ലിസ്സലാ ഫസല്ല, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തക്ബീർ ചൊല്ലി നമസ്കരിച്ചു. ഫസജദ ബൈന ദഹ്റാനൈ സലാത്തിഹി സജദതൻ അതാലഹ, അങ്ങനെ റസൂലുള്ളാഹി നിസ്കരിച്ചു. ആ നിസ്കാരത്തിനിടയിൽ ഒരു സുജൂദ് ദീർഘിപ്പിച്ചു. അപ്പോൾ ഷദ്ദാദ് പറയുകയാണ് ഫറഫഅതു റഅസി മിൻ ബൈനിൻ നാസ്, സുജൂദ് ദീർഘിപ്പിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആളുകൾക്കിടയിൽ നിന്ന് തല ഉയർത്തി നോക്കി. ഫൈദ സബിയു അലാ ദഹ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോഴേതാ കുട്ടി റസൂലുള്ളാഹിന്റെ മുതുകിൽ കയറിയിരിക്കുന്നു. വഹുവ സാജിദ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിലാണ്. ഫറജഅതു ഇലാ സുജൂദി, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ഞാൻ സുജൂദ് ചെയ്തു. സുജൂദിനിടയിൽ ഉപരി തല ഉയർത്തി നോക്കിയാണ് എന്തുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേൽക്കാത്തത് എന്ന്. അങ്ങനെ ഫലമ്മ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് നമസ്കാരം പൂർത്തീകരിച്ചപ്പോൾ ഖാലന്നാസ്, ജനങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇന്നക സജദത ബൈന ദഹ്റാനൈ സലാത്തിക ഹാദിഹി സജ്ദ അതൽതഹ, റസൂലെ നിങ്ങൾ നമസ്കാരത്തിനിടയിൽ ഒരു സുജൂദിനെ ദീർഘിപ്പിച്ചു. ഹത്ത ദനന്ന അന്നഹു ഹദസ അംറുൻ, ഞങ്ങൾ വിചാരിച്ചു എന്തോ ഒരു കാര്യം സംഭവിച്ചു. ഔ അന്നഹു യുഹാ ഇലൈക്, അതല്ല താങ്കൾക്ക് വഹ്യി ലഭിക്കപ്പെടുകയാണ് എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ദാലിക ലം യകുൻ, അതൊന്നും ഉണ്ടായിട്ടില്ല, നിസ്കാരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, വഹ്യ നൽകപ്പെട്ടിട്ടില്ല. വലാകിൻ ഇബ്നി ഇർതഹലനി, പക്ഷേ എൻ്റെ കുട്ടി എന്നെ ഒരു വാഹനത്തെപ്പോലെ എൻ്റെ മുതുകത്ത് കയറിയിട്ട് ഒരു വാഹനം എന്ന പോലെയാക്കി. ഫകരിഹ്തു അൻ ഉജിലഹു ഹത്താ യഖ്ദിയ ഹാജതഹു, കുഞ്ഞ് അതിൻ്റെ ആവശ്യം നിർവഹിക്കുന്നത് വരെ അതിനോട് തിരക്ക് കൂട്ടാന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഇറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിൽ കുട്ടികൾ വന്നാൽ, കുട്ടികൾ ശരീരത്തിൽ കയറിയാൽ, തോളത്ത് തൂങ്ങിയാൽ, പുറത്ത് കയറി ഇരുന്നാൽ അതൊക്കെ അനുവദനീയമാണ് എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫൈദാ സജദ വസബൽ ഹസൻ വൽ ഹുസൈൻ അലാ ദഹ്രിഹി, നബി തങ്ങൾ നമസ്കരിക്കും, സുജൂദ് ചെയ്താൽ ഹസനും ഹുസൈനും റസൂലുള്ളാഹിന്റെ മുതുകിൽ ചാടിയിരിക്കും. ഫൈദാ മനഊഹുമ, അങ്ങനെ ആളുകൾ അവർ രണ്ടുപേരെയും തടഞ്ഞാൽ, അഷാറ ഇലൈഹിം അൻ ദഊഹുമ, റസൂലുള്ളാഹി എന്ത് ചെയ്യും? ആ തടയുന്നവരിലേക്ക് സൂചന നൽകും, ചൂണ്ടും, അവർ രണ്ടുപേരെയും വിടൂ എന്ന്. ഫലമ്മ ഖദ സ്വലാത്ത, അങ്ങനെ റസൂലുള്ളാഹി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ വദഅഹുമ ഫി ഹിജ്രിഹി, കുട്ടികളെ റസൂലുള്ളാഹി തന്നെ മടിയിൽ വെക്കും. വഖാൽ മൻ അഹബ്ബനി ഫൽയുഹിബ്ബ ഹാദൈൻ, എന്നിട്ട് റസൂലുള്ളാഹി പറയും, പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഈ രണ്ട് കുട്ടികളെയും ഇഷ്ടപ്പെടട്ടെ എന്ന്. അപ്പോൾ ഇവിടെ നമസ്കാരത്തിൽ ഇഷാറത്ത് ചെയ്യാം, അതേപോലെ കുട്ടികളെ വഹിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അതേപോലെ നമസ്കാരത്തിൽ അനുവദനീയമായ മറ്റൊരു വിഷയമാണ് നമസ്കരിക്കുന്നവനോട് സലാം പറയാം. നമസ്കരിക്കുന്നവൻ
ഇഷാറത്തിലൂടെ സലാം വീട്ടുകയും ചെയ്യാം. സലാം പറഞ്ഞവനോട് പ്രതികരിക്കാം ഇഷാറത്തിലൂടെ. വലൈക്കും സലാം എന്ന് മടക്കാൻ പാടുള്ളതല്ല നിസ്കരിക്കുന്നവൻ. പിന്നെയോ ഇഷാറത്തിലൂടെ പ്രതികരിക്കാം. അതെങ്ങനെ? ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅസനി ലിഹാജത്തിൻ, റസൂൽ എന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചു. സുമ്മ അദ്റക്തുഹു വഹുവ യസീർ, അപ്പോൾ ഞാൻ റസൂലുള്ളാഹിനെ ആവശ്യത്തിന് നിയോഗിച്ചിട്ട് ആ ആവശ്യം നിർവഹിച്ച് വരുമ്പോൾ അദ്റക്തു, ഞാൻ റസൂലുള്ളാഹിനെ കണ്ടുമുട്ടി. വഹുവ യസീറു യുസല്ലി, റസൂലുള്ളാഹി നമസ്കരിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസല്ലംതു അലൈഹി, അപ്പോൾ റസൂലുള്ളാഹിക്ക് ഞാൻ സലാം പറഞ്ഞു. ഫഅശാറ ഇലൈ, അപ്പോൾ റസൂൽ എനിക്ക് ഇഷാറത്ത് നൽകി. ഫലമ്മ ഫറഗ ദഅാനി, നിസ്കാരം അവസാനിച്ചപ്പോൾ റസൂൽ എന്നെ വിളിച്ചു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇന്നക സല്ലംത അനീഫൻ, ജാബിർ നിങ്ങൾ കുറച്ച് മുമ്പ് സലാം പറഞ്ഞു. വാന ഉസല്ലി, ഞാൻ നമസ്കരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിസ്കരിക്കുമ്പോൾ സലാം പറഞ്ഞപ്പോൾ റസൂൽ എന്ത് ചെയ്തു? ഇഷാറത്തിലൂടെ അത് മടക്കി. പിന്നെ ജാബിറിന് അറിയില്ല റസൂൽ നിസ്കരിക്കുക എന്ന്, റസൂൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തുകൊണ്ട് മടക്കിയില്ല, വലൈക്കും സലാം എന്ന് പറഞ്ഞില്ല? അതിൻ്റെ കാരണം അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്താതിരിക്കാൻ ബോധിപ്പിക്കുകയാണ്. വാന ഉസല്ലി, ഞാൻ നമസ്കരിക്കുകയായിരുന്നു എന്നുള്ളത്. ഇതേപോലെ സുഹൈബിൻ റൂമി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മറർത്തു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി, റസൂലുള്ളാഹി നമസ്കരിച്ചുകൊണ്ടിരിക്കുക ഞാൻ നടന്നുപോയി. ഫസല്ലംതു അലൈഹി, ഞാൻ റസൂലുള്ളാഹിക്ക് സലാം ഓതി. ഫറദ്ദ ഇഷാറത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷാറത്തിലൂടെ മടക്കുകയുണ്ടായി. ചില റിപ്പോർട്ടുകളിൽ ഇഷാറത്തൻ ബി ഉസ്ബുഹി, വിരലുകൊണ്ട് ഇഷാറത്ത് ചെയ്തു എന്നാണ്. ചില നിവേദനങ്ങളിൽ ഈ ഇഷാറത്ത് എങ്ങനെ എന്നുള്ളത് പറയുന്നത്, ഇപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബാ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയി. അപ്പോൾ അൻസാരികൾ വന്നിട്ട് ഫസല്ലമു അലൈഹി വഹുവ യുസല്ലി, റസൂലുള്ളാഹി നിസ്കരിച്ചുകൊണ്ടിരിക്കെ സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖുബാ പള്ളിയെ വിസിറ്റ് ചെയ്യും. ആഴ്ചയിലൊരിക്കൽ ഖുബാ പള്ളിയിലേക്ക് നടന്ന വാഹനപ്പുറത്ത് പോകും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിയിട്ടെന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ബനു സാലിം, ബനു അംർ ഇബ്നു ഔഫ്, ഇവരൊക്കെ ഗോത്രക്കാരുണ്ടല്ലോ അൻസാരികൾ, അവരൊക്കെ റസൂലുള്ളാഹിക്ക് സലാം പറയാൻ വേണ്ടിയിട്ട് അവിടെ വരും. വഹുവ യുസല്ലി. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഫഖുൽതു ലി ബിലാലിൻ, ഞാൻ ബിലാലിനോട് ചോദിച്ചു, കൈഫ റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യറുദ്ദു അലൈഹിം, കൈഫ റഅയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യറുദ്ദു അലൈഹിം, റസൂലുള്ളാഹി അവരോട് എങ്ങനെയാണ് നിസ്കാരത്തിൽ സലാം മടക്കിയത് താങ്കൾ കണ്ടത്? ഹീന കാനു യുസല്ലിമൂന അലൈഹി വഹുവ യുസല്ലി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കെ അവർ സലാം പറഞ്ഞാൽ എങ്ങനെ മടക്കുന്നതായിട്ടാണ് താങ്കൾ കണ്ടത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ ജാബിറിനോട് ചോദിച്ചു. ഖാൽ, അപ്പോൾ ജാബിർ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിലാലിനോട് ചോദിച്ചു. അപ്പോൾ ബിലാൽ പറയുകയാണ്, യഖൂലു ഹാകദാ വബസത കഫഹു വബസത ജാഫർ ബിൻ ഔ കഫഹു. അത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അതാണ് ജാഫർ ഇബ്നു ഔ. രണ്ടാളും കൈപ്പത്തി നിവർത്തി എന്നാണ്. എന്നിട്ട് വജഅല ബത്നഹു അസ്ഫൽ, കൈപ്പത്തിയുടെ ഉൾഭാഗം താഴത്തേക്കും, വദഹ്റഹു ഇലാ ഫൗഖ്, കൈപ്പത്തിയുടെ മുകൾ ഭാഗം അത് മേതേക്കുമാക്കി എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉള്ളം കൈ കമഴ്ത്തി പിടിച്ച്, കൈ നിവർത്തിയിട്ട് കമഴ്ത്തി പിടിച്ചാൽ എങ്ങനെ, അതുപോലെ മടക്കി എന്നാണ്. അപ്പോൾ വിരൽ കൊണ്ട് ചൂണ്ടി മടക്കി എന്നുകൊണ്ട്, പിന്നെ കൈപ്പത്തി കമഴ്ത്തി പിടിച്ച് നിവർത്തി കമഴ്ത്തി പിടിച്ചുകൊണ്ട് മടക്കി എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഏതായാലും നമസ്കാരത്തിൽ സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് നമസ്കരിക്കുന്നവനോട് സലാം പറഞ്ഞാൽ വലൈക്കും അസ്സലാം എന്ന് മടക്കാൻ പാടുള്ളതല്ല. പിന്നെയോ ആംഗ്യ ഭാഷയിലാണ് മടക്കേണ്ടത്. ഇമാം ഇബ്നുൽ മുൻദിർ അദ്ദേഹത്തിൻ്റെ അൽ ഔസത്തിൽ പറഞ്ഞു, അൽ കലാമു ഫി സ്വലാത്തി ലാ യജൂസു, നമസ്കാരത്തിൽ സംസാരം അനുവദനീയമല്ല. വഖദ് സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നൽ മുസല്ലി യറുദ്ദു സലാമ ബിൽ ഇഷാറ, നമസ്കരിക്കുന്നവൻ ആംഗ്യഭാഷയിലൂടെയാണ് സലാം അടക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സംസാരത്തിൽ പറയാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ ഇമാം ഇബ്നുൽ മുൻദിർ ഉണർത്തുന്നത്. തസ്ബീഹും തസ്ഫീഖും അത് നമസ്കാരത്തിൽ അനുവദനീയമാണ്. തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയലാണ്, തസ്ഫീഖ് കൈകൊട്ടലാണ്. സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇദാ നാബകും ഷൈഉൻ ഫി സ്വലാത്തിക്കും അഖത്തും ബിത്തസ്ഫീഹ് ഇന്നമ തസ്ഫീഹു ലിന്നിസാ, നമസ്കാരത്തിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തസ്ഫീഹ് ചെയ്യുന്നു. ആണുങ്ങളോടാണ് റസൂലുള്ളാഹി പറയുന്നത്. തസ്ഫീഹ് സ്ത്രീകൾക്കാണ്. തസ്ഫീഹ് എന്ന് പറഞ്ഞാൽ തസ്ഫീഖും തസ്ഫീഹും ഒരേ അർത്ഥത്തിലാണ്, കൈകൊട്ടുക എന്നുള്ളത്. ഇന്നമ തസ്ഫീഹു ലിന്നിസ, കൈകൊട്ടൽ സ്ത്രീകളാണ്. മൻ നാബഹു ഷൈഉൻ ഫി സ്വലാത്തിഹി, നമസ്കാരത്തിൽ ആർക്കെങ്കിലും വല്ല വിഷയവും ഉണ്ടായാൽ ഫല്യഖുൽ സുബ്ഹാനല്ലാഹ്, അവൻ സുബ്ഹാനല്ലാഹ് പറയട്ടെ. അപ്പോൾ ആണുങ്ങൾ സുബ്ഹാനല്ലാഹ് പറയട്ടെ എന്നാണ് പറയുന്നത്. പെണ്ണുങ്ങളാണ് തസ്ഫീഖ് അല്ലെങ്കിൽ തസ്ഫീഹ്. യാ അയ്യുഹന്നാസ് മാ ലക്കും ഹീന നാബകും ഷൈഉൻ ഫി സ്വലാ അഖത്തും ഫി തസ്ഫീഖ് ഇന്നമ തസ്ഫീഖു ലിന്നിസ, അങ്ങനെ ഹദീസ് ഉണ്ട്. അപ്പോൾ അത്തസ്ബീഹു ലിർരിജാൽ വത്തസ്ഫീഖു ലിന്നിസ, തസ്ബീഹ് പുരുഷന്മാർക്കാണ്, തസ്ഫീഖ് അത് സ്ത്രീകൾക്കുമാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ അത് നിസ്കാരത്തിൽ അനുവദിക്കപ്പെട്ട വിഷയമാണ്. നിസ്കാരത്തിൽ വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണർത്താൻ, പ്രത്യേകിച്ച് ഇമാമിന്. അതേപോലെ ഇമാമിന് നമസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ ഇമാമിനെ ഉണർത്തി കൊടുക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ അനുവദനീയമാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നമസ്കാരം നിർവഹിച്ചപ്പോൾ നമസ്കാരത്തിൽ ഓതി, അങ്ങനെ ഫലു ബീസ അലൈഹി എന്നാണ് നിസ്കാരത്തിൽ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽത്തിബാസ് ഉണ്ടായി, ആശയക്കുഴപ്പം. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് വിരമിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അസല്ലൈത മാന, ഉബയ്യ് നിങ്ങൾ നമ്മുടെ കൂടെ നിസ്കരിച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ ഫമാ മനാഅക്, എങ്കിൽ എനിക്ക് നിസ്കാരത്തിൽ പാരായണത്തിൽ ഇൽത്തിബാസ് ഉണ്ടായപ്പോൾ, ആശയക്കുഴപ്പമുണ്ടായപ്പോൾ നിങ്ങൾ അത് ഉണർത്തിത്തരാൻ എന്ത് തടസ്സമാണ് ഉണ്ടായത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഫമാ മനാഅക് എന്ന്. ഇതേപോലെ മറ്റൊരു ഹദീസിൽ നമസ്കാരത്തിൽ ഒരിക്കൽ റസൂലുള്ളാഹി ഓതി അല്പം വിട്ടുപോയി, നിസ്കാരത്തിൽ പാരായണത്തിൽ അല്പം വിട്ടുപോയി, സൂറത്ത് ഓതിയപ്പോൾ ചില ഭാഗങ്ങൾ വിട്ടുപോയി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വ്യക്തി, യാ റസൂലല്ലാഹ് തറക്ത ആയത്തെ ഖദ വഖദ, തിരുദൂതരെ താങ്കൾ ഇന്നിന്ന ആയത്തുകളൊക്കെ വിട്ടല്ലോ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹല്ല അദ്കർതനീഹ, താങ്കൾക്കതെന്നെ ഓർമ്മിപ്പിച്ചുകൂടായിരുന്നു. നമ്മൾ പറഞ്ഞു വരുന്നത് നമസ്കാരത്തിൽ ഇമാമിനെ ഉണർത്തിക്കൊടുക്കൽ അത് നമസ്കാരത്തിൽ അനുവദനീയമായ, അതേപോലെ നമസ്കാരത്തിൽ അനുവദനീയമായ കർമ്മങ്ങൾ വേറെയും പണ്ഡിതന്മാർ ചില തെളിവുകളുടെ സാന്നിധ്യത്തിൽ ഉണർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സഹാബി പറയുന്നുണ്ട്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചൂട് കഠിനമായ അവസ്ഥയിൽ നിസ്കരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖം നിലത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ചൂട് കാരണത്താൽ ബസത സൗബഹു ഫസജദ അലൈഹി, നിസ്കാരത്തിൽ തൻ്റെ ആ വസ്ത്രം വിരിച്ച് അതിന്മേൽ സുജൂദ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അനുവദനീയമായ ചില പ്രവൃത്തികൾ അത് നമസ്കാരത്തിൽ, ഈ അനുവദനീയമായ പ്രവൃത്തികൾ നമസ്കാരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതൊക്കെ യഥേഷ്ടം ചെയ്യാം എന്നുള്ളതല്ല. അതിൻ്റേതായ ആവശ്യകതയും അനിവാര്യതയും ഉണ്ടെങ്കിൽ പറഞ്ഞ വിഷയമാണ് ഇവിടെ. നമസ്കാരത്തിൽ പ്രധാനം അള്ളാഹുവിനോടുള്ള മുനാദാത്തും മുനാജാത്തുമാണ്, സംസാരവും സംഭാഷണവുമാണ്. അതിലായിരിക്കണം മനസ്സ് ഉടക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇവിടെ ശ്രദ്ധേയമാണ്. അമ്മാർ ഇബ്നു യാസിർ പറയുകയാണ്, ഇന്ന റജുല ലയൻസരിഫു, നമസ്കാരത്തിൽ നിന്ന് ചില ആളുകൾ സലാം വീട്ടി പിരിയും, വമാ കുതിബ ലഹു ഇല്ല ഉശ്റു സലാത്തിഹി എന്നാണ്, അവൻ്റെ നമസ്കാരത്തിൻ്റെ 10% മാത്രമായിരിക്കും അവന് എഴുതപ്പെട്ടിരുന്നത്. തുസ്ഉഹ സുമുനുഹ സുബുഹ സുദുസുഹ ഹുമുസുഹ റുബുഹ സുലുസുഹ നിസ്ഫുഹ, 9-1 8-1 7-1 6-1 5-1 4-1 3-1 പകുതി ഇങ്ങനെയൊക്കെ എഴുതപ്പെടുന്നവരുണ്ട്. അതായത് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് അനുകൂലമായി എഴുതപ്പെടുന്ന, നമ്മൾ നിസ്കരിച്ചു എന്നുള്ളത് അനുകൂലമായി എഴുതപ്പെടുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ? മനസാന്നിധ്യം ഇല്ലാതെ നമസ്കരിക്കുമ്പോഴാണ് അതിന് ഇങ്ങനെയൊക്കെ എഴുതപ്പെടുന്നത്. ചില റിപ്പോർട്ടിൽ മിൻകുമ്മൻ യുസല്ലി സലാത്തൽ കാമിലത്തൻ, നിങ്ങളിൽ ചിലർ പൂർണ്ണമായി നമസ്കരിക്കുന്നവരുണ്ട്. മിൻകുമ്മൻ യുസല്ലി നിസ്, ചിലർ പകുതി നിസ്കരിക്കുന്നവരാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് വസ്സുലുസ് വറുബ വൽ ഖുമുസ് ഹത്ത ബലഗൽ ഉഷ്ർ, ചിലർ 3-1 4-1 5-1 അങ്ങനെ റസൂലുള്ളാഹി 6-1 7-1 8-1 9-1 10-1 നിസ്കരിക്കുന്നവരുണ്ട് എന്ന് പറയണ്ടായി. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി? അത് ഖുശൂഅോട് കൂടിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതില്ല എങ്കിൽ വരുന്ന വിഷയമാണ്. ഫമൻ അദ്ദാഹ ബിഹഖിഹ ഖുബിലത് മിൻഹു, നമസ്കാരം അതിനുള്ള ഹക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടും. വഖുബില മിൻഹു സായിറു അമലിഹി, നിസ്കാരം മാത്രമല്ല നിസ്കാരമല്ലാത്ത മറ്റ് കർമ്മങ്ങളും നിസ്കാരം സ്വീകരിക്കുന്നതിലാണ് ആശ്രയിക്കപ്പെട്ടിട്ടുള്ളത്, അതും സ്വീകരിക്കപ്പെടും. ഒമൻ റുദ്ദത്ത് അലൈഹി സലാത്തു, എല്ലാവരുടെയും നമസ്കാരം അവനിലേക്ക് മടക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ റുദ്ദ അലൈഹി സായിറു അമലിഹി, നിസ്കാരം മാത്രമല്ല മടക്കപ്പെടുക, മറ്റ് അമലുകളും മടക്കപ്പെടും, സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ തികഞ്ഞ ശ്രദ്ധയും മനസാന്നിധ്യവും ഉണ്ടാകണം എന്നുള്ളതാണ്. നമസ്കാരത്തിൻ്റെ അമലുകളുണ്ടല്ലോ, അതിൽ മനസ്സുടക്കണം. നമസ്കാരത്തിൻ്റെ ഖിയാം, നമസ്കാരത്തിൻ്റെ തക്ബീറാത്ത്, നമസ്കാരത്തിൻ്റെ റുക്ൻ ഫാത്തിഹ, നമസ്കാരത്തിൽ അതിൻ്റെ റുക്കൂ സുജൂദ് ഇരുത്തം, നമസ്കാരത്തിൽ അതിലെ തസ്ബീഹുകൾ, നമസ്കാരത്തിൽ അതിൻ്റെ ദുആ ദിക്റുകൾ, ഇങ്ങനെ മനസാന്നിധ്യം അത് അള്ളാഹുവിനെ ഖൽബിൽ നട്ട് പിന്നെ ഈ നമസ്കാരത്തിൻ്റെ അമലുകൾ നിർവഹിക്കുക, അതിലെ വാക്കുകൾ പറയുക എന്നുള്ളതാണ്. ഞാനിവിടെ അത് പ്രത്യേകം പറയാൻ കാരണം, അതായത് നമസ്കാരത്തിൽ അനുവദനീയമായ അമലുകളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ അനുവദനീയമായ കാര്യങ്ങൾ ഈ പറയപ്പെട്ടതൊക്കെ അനാവശ്യമായിട്ട് നിർവഹിക്കുന്ന അവസ്ഥ അത് പാടുള്ളതല്ല എന്നുള്ളതാണ്. ഏതായാലും
നമ്മുടെ ഗ്രന്ഥകാരൻ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്ൻ അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി നമസ്കാരത്തിൽ അതിൽ മുബാഹായ കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വനഹ്വ ദാലിക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ നടത്തിയത്. ഗ്രന്ഥകാരൻ്റെ വാക്കുകളൊന്നുകൂടി പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും സന്ധിക്കാം. അദ്ദേഹം പറയുന്നു, അൽ ഖാമിസു അൽ മുബാഹു കുല്ലു ഫിഅലിൻ സൂമിഹ ഫീഹ മിസ്ലു അദ്ദിൽ ആയി വത്തസ്ബീഹ് വഖത്ലിൽ ഹയ്യത്തി വൽ അഖ്റബി വൽ ഖംലത്തി വനഹ്വി ദാലിക്. ഇതാണ് ഗ്രന്ഥകാരൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമസ്കാരത്തിലെ മക്രൂഹായ വിഷയങ്ങൾ, നമസ്കാരത്തിൽ മക്രൂഹായിട്ടുള്ള വിഷയങ്ങൾ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പഠന വിധേയമാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.